ഓക്കെ. സോ നമ്മൾ മാക്കുലേസ് മെത്തേഡിൽ അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഫോർമുലയാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് എക്സ് മൈനസ് എ ഹോൾ പവർ എൻ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ദ ഹോൾ പവർ എൻ ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു ബീമുണ്ട്, അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് വിചാരിക്കുക. ഈ പോയിൻ്റ് എക്സ് എന്ന് വിചാരിക്കുക, എന്നിട്ട് ഈ പോയിൻ്റ് എ എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ ടേം എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടീഷൻ കാണിക്കുന്നത്? എങ്ങനെയാണ്? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എ, എനെക്കാട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ടേം എടുക്കാവുള്ളൂ. മനസ്സിലായോ? അതായത് ഇതേ ടേം തന്നെ. ഇനി എക്സ് എയെക്കാട്ട് ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യണം. അതായത് എ ഇപ്പം ഈ പോയിന്റിലാണെന്ന് വിചാരിക്കുക, ഇതും തള്ളി ഇങ്ങോട്ട് നിൽക്കുകയെന്ന് വിചാരിക്കുക, എ ഇവിടെ ഒരു പോയിന്റിലാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് എടുക്കുക. അപ്പോൾ ചില പ്രോബ്ലംസിനകത്ത് കൊടുത്തിരിക്കും എക്സ് ഇതായിരിക്കും, ഈ പോയിന്റിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാനായിരിക്കും പറയുക. അപ്പം ചില പോയിന്റ് ഇവിടെ ഇപ്പം ഒരു 2 മീറ്റർ ആയിരിക്കും, ഇവിടെ 3 മീറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ചിലപ്പം അതായത് ഇവിടെ ഒരു പോയിന്റിലോട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ പോയിന്റിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടേം നമുക്ക് എടുക്കാം. അതായത് എക്സ് മൈനസ് 2 ഇപ്പം പോയിന്റിലോടാണെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു തന്ന പോലെ പവർ 1 അങ്ങനെ എന്തോ വരും. പിന്നെ എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞ ടേം എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? എക്സ് കഴിഞ്ഞിട്ടാണ് ഈ 3 വരുന്നത്. അതുകൊണ്ട് ഈ ടേം എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ടേം എടുക്കാം. അതായത് എക്സിൻ്റെ മുന്നിലുള്ള ടേംസൊക്കെ എടുക്കണം, എക്സ് കഴിഞ്ഞിട്ടുള്ള ടേംസ് ഒന്നും എടുക്കരുത്. അതിന് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് ഫസ്റ്റ് മാക്കുലേസ് മെത്തേഡിൽ. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോബ്ലം നോക്കുക. ആൻ എസ് എസ് ബി എ ബി ഈസ് 7 m ലോങ്. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അത് 7 മീറ്റർ ലോങ്. സിംപ്ലി സപ്പോർട്ടഡ് അറിയാലോ, ഇങ്ങനെ വരയ്ക്കുക. ചില ബുക്കിലും ഡയഗ്രാംസിനകത്തൊക്കെ ഇവിടെ ഇങ്ങനെ ക്യാൻഡിലീവറിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് ക്യാൻഡിലീവർ അല്ല, സിംപ്ലി സപ്പോർട്ടഡ് തന്നെയാണ് കേട്ടല്ലോ. അപ്പോൾ അത് കൺഫ്യൂസ് ആകരുത്. ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, എക്സാക്ട്ലി കൊടുത്തിട്ടുണ്ട് എസ് എസ് ബി ആണെന്ന്, സിംപ്ലി സപ്പോർട്ടഡ്. സോ എ ബി എത്രയാണ്? 7 മീറ്റർ ലോങ്. ഓക്കെ, എന്നിട്ട് നോക്കിക്കേ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. ആൻഡ് ക്യാരീസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 30 kN/m റൺ. അതായത് ഇതിൽ ഉടനീളം ക്യാരി ചെയ്യുന്ന ലോഡാണ് 30 kN/m. എ കപ്പിൾ ഈസ് അപ്ലൈഡ് ടു ദ ബീം അറ്റ് എ പോയിന്റ് സി. കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന്. കപ്പിൾ എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേരുന്നത് തന്നെയാണ്. അപ്പം ഡയറക്റ്റായിട്ട് ഇവിടെ കപ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം കപ്പിൾ എത്രയാണ് കൊടുത്തേക്കുന്നത്? പോയിന്റ് സി 2.5 മീറ്റർ. സോ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താണ്? കപ്പിൾ 70 kN/m ആണ്. അതായത് 2.5 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ഇവിടുന്ന് 2.5 മീറ്റർ മാറി ഇവിടാണ് എന്ത്? ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നത്. അത് ക്ലോക്ക് വൈസ് എന്നും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇതെന്താണ്? 70 kN/m. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 2.5 മീറ്റർ. മനസ്സിലായോ? ഓക്കെ, അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് ഡി 2 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ഇവിടുന്ന് 2 മീറ്റർ ഉള്ളിലേക്ക്, അതായത് ഇവിടെ വരും. ഇവിടെ ഡി ആയിട്ട് എടുക്കാം, ഇത് സി ആണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സി. ഓക്കെ, 2 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് എൻഡിലുള്ള ആ പോയിന്റിലെ സ്ലോപ്പും ഡിഫ്ലക്ഷൻ. സ്ലോപ്പിൻ്റെ നൊട്ടേഷൻ എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് ടേക്ക് ഇ ഐ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, 5 × 10⁻⁷ Nm³ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റിലെ dy/dx y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാക്കുലേസ് മെത്തേഡ് അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ഇവിടെ റാൻഡമായിട്ട് ഇങ്ങനെ വരയ്ക്കും, അതായത് ഇമാജിനറി ആയിട്ട് നമ്മൾ വരയ്ക്കും. അതായത് എക്സ് എന്ന് പറയും. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. മറ്റ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ എക്സ് ആണ് ഈ ഒരു ലൈനിനെ ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സ് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോയിന്റ് വേണമെങ്കിൽ ആ എക്സിൻ്റെ സ്ഥാനത്ത് ഈ 2 മീറ്റർ ഇട്ടാൽ മതി. മനസ്സിലായി? അപ്പോൾ അതായത് ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ 2 ഇട്ട് കഴിയുമ്പം dy/dx y നമുക്ക് കിട്ടും.
ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്കുലേസ് മെത്തേഡ് അല്ലെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിലെ മൊമെൻറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതാണ് ഫോർമുല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മൊത്തം. അപ്പോൾ ഇവിടെ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലേ. അപ്പം ആർ എ, അതായത് റിയാക്ഷൻ അറ്റ് എ, ആർ എയും റിയാക്ഷൻ അറ്റ് ബി, ആർ ബി ആദ്യം കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ ഫോഴ്സസ് മാത്രം എടുത്ത് നമ്മൾ സം ഓഫ് ഓൾ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എടുക്കുക. അതായത് ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ ഫോഴ്സസ് ആർ എ ആർ ബി മുകളിലായതുകൊണ്ട് പോസിറ്റീവ് എടുക്കുന്നു. ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, 30 kN/m. ഇത് കപ്പിളാണ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, മൊമെൻ്റാണ്, നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഫോഴ്സ് മാത്രം എടുക്കുക. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 30 ആണ്, ഐ മീൻ ലോഡ് എന്ന് പറയുന്നത് 30 ആണ്. ഇതിൻ്റെ ഡിസ്റ്റൻസോ യു ഡി എൽ അല്ലേ, 7 മീറ്ററാണ്. അപ്പോൾ 30 × 7 220. 30 × 7 ഈസ് ഈക്വൽ ടു 210. അത് 1 ആയിട്ട് എടുക്കുക. അതായത് സിഗ്മ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഇനി മൊമെൻ്റ് അബൌട്ട് എ, നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിലെ മൊമെൻ്റ് എടുത്തിട്ട് അതിനെ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമ്മൾ 0 ആയിട്ട് ചെയ്യുക. അപ്പോൾ ഈ പോയിൻ്റ് മൊമെൻ്റായിട്ട്, ഈ പോയിൻ്റ് വെച്ചുള്ള മൊമെൻ്റ് എടുക്കുക. ഈ പോയിൻ്റ് വെച്ച് എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങോട്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ളതെല്ലാം നോക്കിക്കേ. ആദ്യം നമുക്കിതെടുക്കാം. ആർ ബി ഇൻറ്റു ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോഴത്തേക്കും മൈനസ് വരും. അപ്പോൾ ആർ ബി ഇൻറ്റു 7, അതായത് ആർ ബി ഇൻറ്റു 7 മൈനസ് ആണ്. പിന്നെ ഏതാ ഉള്ളത്? 30 kN/m. ഇത് ഇങ്ങോട്ടല്ലേ പോകുന്നത്, അതായത് താഴോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പം 30 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 7 പ്ലസ് 30 ഇൻറ്റു 7 കഴിഞ്ഞില്ല. അതായത് 30 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹോൾ, അതായത് ഈ സ്പാനിലുടനീളം ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് 30 ഇൻറ്റു 7. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യു ഡി എൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? കറക്റ്റ് സെൻട്രലായിരിക്കും ഇത് ആക്ട് ചെയ്യുക. അതായത് 30 ഇൻറ്റു 7 എന്ന് പറയുന്നത് 210 ആണ്. അത് ആക്ട് ചെയ്യുന്നത് സെൻട്രലായിരിക്കും. അപ്പോൾ സെൻറ്റർ എന്ന് പറയുമ്പം 7/2 വരും. 7/2 എത്രയാണ്? 3.5 ഇൻറ്റു 3.5. ഇനി നമുക്ക് ഈ കപ്പിളും കൂടെ ഉണ്ട്. അതായത് കപ്പിൾ അങ്ങനെ തന്നെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് എടുക്കണം. ഓൾറെഡി ഡിസ്റ്റൻസ് ഇതിനകത്ത് കൺസിഡേർഡ് ആണ്. അപ്പം ഈ 70 എടുക്കുക. 70 ഇത് ക്ലോക്ക് വൈസ് അല്ലേ പോകുന്നത്, അപ്പോൾ അത് പ്ലസ് ആയിട്ട് എടുക്കുക. പ്ലസ് 70 ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോവുക, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആർ ബി 115 kN കിട്ടും. എന്നിട്ട് അതിനെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആർ ഈസ് ഈക്വൽ ടു 95 kN കിട്ടും. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടാകും, ഞാനിത് റാൻഡമായിട്ട് എഴുതുന്നതാണ്. അപ്പം ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ ഈ മാക്കുലേസ് മെത്തേഡിലേക്ക് പോകാം. ഈ ഫോമുല നമ്മൾ ഇവിടെ എടുത്ത് എഴുതുക. എം എക്സ് ഇസ് ഈക്വൽ ടു ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഇത് നമുക്ക് മൊമെൻ്റ് അബൌട്ട് എക്സ് ആണ്. മൊമെൻ്റ് അബൌട്ട് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇതാണ് എക്സ്. ഇവിടെ വെച്ചുള്ള മൊമെൻ്റ് നമ്മൾ ഇപ്പം എടുക്കണം. അതെങ്ങനെ എടുക്കുക? സോ അതെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, എക്സ് എന്ന് പറഞ്ഞ പോയിൻ്റ് വരെ നോക്കിയാൽ മതി. അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സസ് നോക്കുക. ആദ്യം ആർ എ ഉണ്ട്. ആർ എ ഇവിടുന്ന് നോക്കുമ്പം ഇങ്ങനല്ലേ പോകുന്നത്, അതായത് ക്ലോക്ക് വൈസ് അല്ലേ. അപ്പം ആർ എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ്. അപ്പം ഇസ് ഈക്വൽ ടു ആർ എ ഇൻറ്റു എക്സ്. പിന്നെ ഇനി ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു കപ്പിളുണ്ട് സി. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇതും ക്ലോക്ക് വൈസ് അല്ലേ. ഈ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് അല്ലേ പോകുന്നത്. അപ്പോൾ ഇതും പ്ലസ് ആണ്. പ്ലസ് 70 ഇൻറ്റു, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 70 ഇൻറ്റു നമ്മൾ കഴിഞ്ഞ 2-3 പ്രോബ്ലംസിനകത്ത് നോക്കിയായിരുന്നു. അതായത് പോയിൻ്റ് ലോഡാണെങ്കിൽ എക്സ് മൈനസ് ആ ഡിസ്റ്റൻസ് പവർ 1 എന്നിടും. ഇനി യു ഡി എൽ ആണെങ്കിൽ എക്സ് മൈനസ് ആ ഡിസ്റ്റൻസ് പവർ 2/2 എന്നോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ നമുക്ക് കപ്പിളായതുകൊണ്ട് എക്സ് മൈനസ് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് 2.5 ആണ്. സോ നമ്മളിവിടെ ഏതാ എടുക്കണ്ടേ? അതായത് ഇവിടെ നമ്മൾ 2.5 എടുക്കുക. കപ്പിൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ 2.5 അല്ലേ.
അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ്. വേരിയബിൾ എന്ന് വെച്ചാൽ എക്സ് ഏത് വാല്യൂ ആകാം. അത് ഇവിടെയും വരാം ഇവിടെയും വരാം. അപ്പോൾ നമ്മളിപ്പം 2.5 എടുക്കുക. കപ്പിൾ ആയതുകൊണ്ട് നമ്മൾ 2.5 പവർ 0 എടുക്കുക. മനസ്സിലായോ? ഇനി ഏത് ഫോഴ്സാണ് ഉള്ളത്? ഇനി ഈ 30 കിലോ ന്യൂട്ടൺ ഇല്ലേ, അത് താഴോട്ടല്ല ആക്ട് ചെയ്യുന്നത്. എക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ അത് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഈ കപ്പിളല്ല യു ഡി എൽ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ 30 മൈനസ് 30 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് അല്ലേ എക്സ്. 30 ഇൻറ്റു എക്സ്. പിന്നെ ഞാൻ പറഞ്ഞു യു ഡി എൽ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ നടുക്കായിരിക്കും ഇത് ആക്ട് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എത്ര? എക്സ് ഡിവൈഡഡ് ബൈ 2. അതായത് ഈ കറക്റ്റ് സെൻറ്ററിൽ എക്സ് വരെ നോക്കിയാൽ മതി കേട്ടോ. ഇൻറ്റു എക്സ് ബൈ 2. ഇതിനെ കുറച്ചുകൂടി ഒന്ന് വൃത്തിക്ക് എഴുതിയാലോ? ഇസ് ഈക്വൽ ടു ആറ് നമുക്ക് ഇവിടെ അറിയാം 95 എക്സ് പ്ലസ് 70 ഇൻറ്റു എക്സ് മൈനസ് 2.5. ഈ ഹോൾ പവർ 0 എന്ന് പറയുമ്പം ഈ ഒരു ടേം 1 ആയിട്ട് മാറും. അപ്പം നമുക്കിത് അടുത്ത ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ടേം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും ഹോൾ പവർ 0 ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇത് ക്യാൻസലായി കഴിയുമ്പോൾ നമുക്കിവിടെ ആ ഒരു ടേം ഇല്ലാതായി മാറും. അപ്പം തൽക്കാലത്തേക്ക് നിങ്ങളിത് എഴുതുക. മൈനസ് 30 എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. അതായത് ഇതെന്താണ്? ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പും പിന്നെന്താണ് ഡിഫ്ലക്ഷനും. അപ്പം നമ്മൾ 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എങ്കിലേ ഡി വൈ ബൈ ഡി എക്സ് വരത്തുള്ളൂ. ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ വരും. മനസ്സിലായോ? അപ്പം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 95. എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇനി നോക്കിക്കേ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? 70 ഇൻറ്റു കണ്ടോ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ടേം അവിടെ തന്നെ ഇട്ടേക്കുന്നത്. മൈനസ് 2.5 ഹോൾ പവർ 1/1. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൈനസ് 30 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് എക്സ് പവർ 3/3 വരും. 3 ഇൻറ്റു 2 6 പ്ലസ് എന്താ വരിക? നമുക്കൊരു കോൺസ്റ്റൻറ്റ് വരും C1. ഇതാണ് ഇ ഐ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഇക്വേഷൻ. അത് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്നോ ഇവിടെ നമ്മൾ ഓൾറെഡി 1 ഇട്ടിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. 1 എന്നോ 2 എന്നോ എന്തെങ്കിലും ഇടുക. ഇനി നമുക്ക് വരുന്നത് ഇ ഐ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇ ഐ നോക്കിക്കേ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് മാറി നമുക്ക് ഇ ഐ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ പറഞ്ഞേ എക്സ് പവർ 3/3 വരും. അവിടെ 2 ഉള്ളത് കൊണ്ട് 95 ഇൻറ്റു എക്സ് പവർ 3/3 ഇൻറ്റു 2 6 പ്ലസ് അപ്പം നോക്കി 70 ഇൻറ്റു എക്സ് മൈനസ് 2.5 ഇവിടെ പവർ 2/2 വരും പ്ലസ് 70 ഇൻറ്റു എക്സ് മൈനസ് 2.5 ഹോൾ പവർ 2/2 പിന്നെന്താ വരിക? മൈനസ് 30 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 6 വരും. എക്സ് ക്യൂബ് മാറിയിട്ട് എക്സ് പവർ 4/4 വരും. 4 ഇൻറ്റു 6 24 മൈനസ് 30 എക്സ് പവർ 4/24 പ്ലസ് ഇവിടെ C1 ഉണ്ട്. C1 കൂടെ എക്സ് വരും. C1x പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും കൂടെ C2. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കണം. C1ൻ്റെയും വാല്യൂം C2ൻ്റെയും വാല്യൂം. അപ്പോൾ അതിന് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ്. അതായത് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിട്ട് ചെയ്യുക. നമ്പർ 2 ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 7 ആയിട്ട് എടുക്കുക. അപ്പം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വേഷൻ നോക്കിക്കേ, ഇവിടെ എക്സ് 0 എടുക്കും. അപ്പോൾ ഇത് ക്യാൻസലായിപ്പോവും. പിന്നെ ഈ ടേം എടുക്കണോ വേണ്ടയോ? ഇവിടെയാണ് ചോദ്യം വരിക. ഈ ടേം എടുക്കണോ വേണ്ടയോ? ഈ ടേം എവിടെ വരുന്നത്? 2.5 എന്ന് പറയുന്നത് എവിടെ വരുന്നത്? അതായത് ഈ ഒരു സെക്ഷനിലാണ് 2.5 വരുന്നത്. ഞാൻ നേരത്തെ ഈ ഫോർമുല പറഞ്ഞു. എക്സ് കഴിഞ്ഞിട്ടാണ് ഈ പോയിൻ്റ് വരുന്നതെങ്കിൽ അത് നമ്മൾ 0 ആയിട്ട് എടുക്കുക. എക്സിന് മുമ്പുള്ള ടേം ആണെങ്കിൽ ആ ടേം അങ്ങനെ എടുക്കുക. ഇവിടെ എക്സ് എവിടെയാണ്? ഇപ്പോൾ ഇവിടാണ്. അപ്പം അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ നമ്മൾ എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഈ ടേം നമുക്ക് 0 ആയിട്ട് എടുക്കണം. അതായത് ഈ ടേം നമുക്ക് 0 ആയിട്ട് എടുക്കണം. അപ്പം ഈ ടേം ഇത് ക്യാൻസലായിപ്പോൾ. പിന്നെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ ഇതും എന്തായി 0 ആയിട്ട് മാറും, ഇതും 0 ആയിട്ട് മാറും. അപ്പോൾ
C2 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ടേമോ ഇവിടെ എന്തായിട്ട്, ഈ y എന്തായിട്ട് മാറും? നമ്മൾ നോക്കിക്കുക, ഡിഫ്ലക്ഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ ഡിഫ്ലക്ഷൻ, y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബീമുണ്ട്, ആ ബീമിലേക്ക് കുറേ ഫോഴ്സൊക്കെ ആക്ട് ആകുമ്പോഴത്തേക്കും ആ ബീം എന്താ സംഭവിക്കുക? ബീം ഇങ്ങനെ ഡിഫ്ലക്റ്റ് ആവും. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 സപ്പോർട്ടുണ്ട്. ഡിഫ്ലക്റ്റ് ആകുന്ന എവിടെ? ഈ ഉള്ളിലെ ഭാഗമായിരിക്കും. ഈ 2 എൻഡിലും ഡിഫ്ലക്ഷൻ സംഭവിക്കില്ല. അപ്പോൾ y എന്തായിരിക്കും? ഈ പോയിന്റിൽ 0 ആയിരിക്കും. അപ്പം y ഈസ് ഈക്വൽ ടു 0. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 0, ഇത് 0, ഇത് 0, ഇത് 0, ഇത് 0. അപ്പോൾ C2 എന്താവും? C2 ഈസ് ഈക്വൽ ടു 0. ഇനി സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻസ്. അറ്റ് x ഈസ് ഈക്വൽ ടു 7 y എന്തായിരിക്കും? അതായത് ഈ പോയിന്റിലും എന്തായിരിക്കും ഡിഫ്ലക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഈ പോയിന്റ് ശ്രദ്ധിച്ചില്ലേ, അവിടെ y 0 ആയിരിക്കും. y ഈസ് ഈക്വൽ ടു 0. ഇനി അപ്പം ഈ ടേം 0 ആവും. 0 ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു 7 ആവും. അപ്പം 95 ഇൻറ്റു 7 ക്യൂബ് ബൈ 6 പ്ലസ്, ഇനി ഈ ടേം എടുക്കണോ വേണ്ടയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് ഇപ്പോൾ എക്സ് ഇപ്പോൾ 7 ആണ്, 2.5 എവിടാണ്? ബാക്കിൽ. എക്സ് 7 ആണ്, 2.5 എവിടാണ്? ബാക്കിലാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞു, എക്സിൻ്റെ ബാക്കിലാണെങ്കിൽ ആ ടേം നമുക്ക് എടുക്കാം. എക്സ് കഴിഞ്ഞിട്ടാണ് ആ ടേമെങ്കിൽ 0 ആയിട്ട് എടുക്കാം. ഇവിടെ എക്സ് എവിടെയാണ് ഇപ്പോൾ? ഇവിടെ. ഇതിൻ്റെ ബാക്കിലല്ലേ ഈ ടേം? അപ്പോൾ നമുക്ക് ഈ ടേം എടുക്കണം. അപ്പം 70/2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 7 എടുക്കാം, മൈനസ് 2.5 ഹോൾ സ്ക്വയർ മൈനസ് 30 ഇൻറ്റു ഈ ടേം എന്താണ്? 7/4/24 പ്ലസ് C1 ഇൻറ്റു എക്സ് എത്രയാണ്? 7. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് C1 ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ C1ഉം C2ഉം കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഡയറക്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? dy/dx. ഇവിടെ ഏത് ടേമിലാണ് dy/dx ഉള്ളത്? ഏത് ഇക്വേഷനിലാണ്? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, പക്ഷേ ഇവിടെയുണ്ട്, കണ്ടോ? അപ്പം പക്ഷേ സ്ലോപ്പ് എവിടെ, നമ്മൾ ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ട സ്ലോപ്പ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 2 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. അതായത് 2 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് എൻഡിലെ പോയിന്റിലെ സ്ലോപ്പാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ 2 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 2 ആയിട്ട് എടുക്കുക. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 മീറ്റർ. എന്നിട്ട് ഈ ഇക്വേഷൻ എടുത്തേ. ഈ ഇക്വേഷനിൽ EI dy/dx ഈസ് ഈക്വൽ ടു എക്സ് എന്താണ്? 2. അപ്പോൾ 95 ഇൻറ്റു 2 സ്ക്വയർ ബൈ 2 പ്ലസ്, അതിന് നോക്കിക്കേ, ഈ ടേം എടുക്കണോ വേണ്ടയോ? ഇവിടെ 2.5 കൊടുത്തിട്ടുണ്ട്. 2.5 എന്ന് പറയുന്നത് എക്സ് കഴിഞ്ഞിട്ടാണോ മുമ്പിലാണോ? എക്സ് കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ആ പോയിന്റ് എടുക്കണോ? വേണ്ട. അപ്പോൾ ആ ടേം നമുക്ക് 0 ആയിട്ട് എടുക്കാം. അതായത് ഈ ടേം 0 ആയിട്ട് എടുക്കാം. 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൈനസ് 30 ഇൻറ്റു ഇതെത്രയാ? 2 ക്യൂബ് ബൈ 6 പ്ലസ് C1 എത്രയാ? C1 വാല്യൂ എത്രയാണോ അത് എഴുതുക. ഇവിടുന്ന് നമുക്ക് ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് EI നമുക്ക് ഓൾറെഡി അറിയാം. EI എത്രയാണ്? 5 ഇൻറ്റു 10⁻7 ആണെന്ന് അറിയാം. അപ്പം ഇവിടെ ഒരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂ ഡിവൈഡഡ് ബൈ ഈ EI അതാണ് 5 ഇൻറ്റു 10⁻7 ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. അതാണ് സ്ലോപ്പ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് ദ സെയിം പോയിന്റ്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y ആണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 മീറ്റർ. ഇവിടെ ഇത് സ്ലോപ്പാണ്. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഏതാണ്? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. EI നമുക്കറിയാം 5 ഇൻറ്റു 10⁻7. y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം y ഈസ് ഈക്വൽ ടു 95 ഇൻറ്റു എക്സ് ക്യൂബ്, സെയിം 95 ഇൻറ്റു 2⁻3/6 പ്ലസ് ഈ ടേം എടുക്കണോ വേണ്ടയോ? നോക്കിക്കേ, എക്സ് ഇസ് ഈക്വൽ 2 ആണ്, പക്ഷേ ഇത് 2.5 ആണ്. എക്സ് കഴിഞ്ഞിട്ടാണ്. ആ ടേം നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് ക്യാൻസലായി പോകും. അപ്പോൾ ഇത് നമുക്ക് 0, പിന്നെ ഈ ടേം മൈനസ് 30 ഇൻറ്റു എക്സ് 2 ആണ്. അപ്പം 2/4/24 പ്ലസ് C1ൻ്റെ വാല്യൂ അറിയാം. C1 ഇൻറ്റു 2 പ്ലസ് C2 എത്രയായിരുന്നു? C2 0 ആണ്. അപ്പോൾ അതെടുക്കണ്ട. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വാല്യൂ കിട്ടും. ആ
ആ വാല്യൂ y ഈസ് ഈക്വൽ ടു ആ വാല്യൂ ഡിവൈഡഡ് ബൈ EI. അതാണ് ഡിഫ്ലക്ഷൻ. ഇത്രയേ ഉള്ളൂ ആൻസർ. ചില ബുക്കുകളിൽ ചില മിസ്റ്റേക്സ് ഉണ്ട്. അതായത് 2.5 പകരം 2 ആയിട്ട് എടുത്ത ബുക്സ് ഉണ്ട്. അപ്പോൾ അത് മിസ്റ്റേക്കാണ്. നമുക്ക് ഡിസ്റ്റൻസ് കൊടുത്തേക്കുന്നത് ഈ കപ്പിൾ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2.5 ആണ്. സോ ആ ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ.